പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെറസിലെല്ലാം പച്ചക്കറി കൃഷിയോ അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെടി വളർത്തുന്നതോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോയാണ്. നിങ്ങൾക്കിപ്പോൾ നിലവിൽ വാട്ടർ ടാങ്കിൻ്റെ ഹൈറ്റ് കുറച്ച് ഹൈറ്റിൽ വെക്കാൻ പറ്റില്ല, ഒരേ ലെവലിലാണ് അല്ലെങ്കിൽ ചെറിയ ഹൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ കുറവുള്ള ലൈനുകളിൽ എന്ത് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഡെമോയ്ക്കായിട്ട് ഒരു 4-5 ഗ്രോ ബാഗുകളിൽ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചെറിയ ഡ്രിപ്പിൻ്റെ യൂണിറ്റുകൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെടികളും പച്ചക്കറികളെല്ലാം നനയാൻ പാകത്തിന് അപ്പോൾ നമ്മളിതാ മോട്ടർ ഓൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മോട്ടർ ആക്ച്വലി ഓണാണ്, പക്ഷേ ആ സോളിനോയിഡ് വാൽവ് അടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് മോട്ടർ തനിയെ ഓഫായി പോയിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഓണായ ഒരു കണക്ഷനിലേക്ക് നമ്മളിതാ വെറുതെ സോളിനോയിഡ് വാൽവിൻ്റെ പ്ലഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓണാകും. ഈ നമ്മൾ ആ വെച്ചിരിക്കുന്ന നോബ്, അതായത് 18 എത്തി കഴിയുമ്പോൾ മോട്ടർ സ്വിച്ച് ചെയ്യും. നമുക്കപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് ഇതിൽ ഈ വാൽവ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടുതലും ടെറസിലെല്ലാം പച്ചക്കറി കൃഷിയോ അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെടി വളർത്തുന്നതോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോയാണ്. കാരണം ഇത് എപ്പോഴും നിങ്ങളൊരു ജോലിക്കാരനോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നനയ്ക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെടികളും പച്ചക്കറികളെല്ലാം നനയാൻ പാകത്തിന് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് സാധാരണ നമ്മൾ ടെറസിലൊക്കെ പ്രാക്ടിക്കലായിട്ട് വരിക. സ്പ്രിംഗ്ലർ പോലുള്ള കാര്യങ്ങൾ ടെറസ് ഫാമിന് പ്രാക്ടിക്കലല്ല. അപ്പോൾ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ നിങ്ങളുടെ ഈ ചെടികളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നനയാനുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ടാങ്ക് ഒരു കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈനിലെല്ലാം നമുക്ക് ഡിജിറ്റൽ ഇറിഗേഷൻ ടൈമർ എന്ന് പറഞ്ഞ ഒരു ടൈമർ വാങ്ങാൻ കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാവിറ്റി ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാങ്ക് കുറച്ച് ഹൈറ്റിലിരുന്നിട്ട് വെള്ളം നല്ല ഫ്ലോയിൽ വരുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ടൈമർ മാത്രം മതി. ആ ടൈമർ വെച്ച് നിങ്ങൾക്ക് ഡെയിലിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും ടൈം സെറ്റ് ചെയ്ത് അതിൽ നനയ്ക്കാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന സിസ്റ്റം നിങ്ങൾക്കിപ്പോൾ നിലവിൽ വാട്ടർ ടാങ്കിൻ്റെ ഹൈറ്റ് കുറച്ച് ഹൈറ്റിൽ വെക്കാൻ പറ്റില്ല, ഒരേ ലെവലിലാണ് അല്ലെങ്കിൽ ചെറിയ ഹൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ കുറവുള്ള ലൈനുകളിൽ എന്ത് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് മെയിനായിട്ട് 3 ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ഒരു പ്രഷർ പമ്പ് വേണം. പ്രഷർ ബൂസ്റ്റർ പമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലൈനിൽ പ്രഷർ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. കൂടാതെ ഇതൊരു വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ തനിയെ ഓൺ ആവുകയും വാൽവ് അടയ്ക്കുമ്പോൾ തനിയെ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു പ്രഷർ ബൂസ്റ്ററിനുള്ളത്. നമ്മളിപ്പോൾ ചെറിയ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വെച്ചിട്ട് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന സിസ്റ്റത്തിലെല്ലാം വലിയ ബൂസ്റ്റർ പമ്പുകൾ വെക്കേണ്ട ആവശ്യമില്ല. അതിന് ഇതേപോലത്തെ, ഇതിപ്പോൾ ക്ലാസിക് ബ്രാൻഡിനെയാണ്. ക്ലാസിക് ബ്രാൻഡിൽ 1/2 ഇഞ്ച് സെക്ഷനും 1/2 ഇഞ്ച് ഡെലിവറി സൈസിലും വരുന്ന ഒരു ചെറിയ മിനി ബൂസ്റ്റർ പമ്പാണിത്. ഈ ബൂസ്റ്റർ പമ്പ് വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ സോളിനോയിഡ് വാൽവാണ്. സോളിനോയിഡ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി നമ്മുടെ ഒരു സാധാരണ വാൽവ് പോലെ തന്നെയാണ്, പക്ഷേ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. നമ്മളൊരു വാൽവ് തുറക്കുന്നതിന് പകരം ഇലക്ട്രിക്കൽ കണക്ഷൻ ചെല്ലാൻ നേരത്ത് ഈ വാൽവ് തനിയെ ഓപ്പൺ ആകും അല്ലെങ്കിൽ തനിയെ ക്ലോസ് ആകുന്ന ഒരു ചെറിയൊരു വാൽവാണ് നമുക്ക് രണ്ടാമത് ആവശ്യമായിട്ടുള്ളത്. ഇനി മൂന്നാമത് നമുക്കൊരു ടൈമർ വേണം. ഈ ടൈമർ പല ടൈപ്പിലുള്ള ടൈമർ വരുന്നുണ്ട്. അനലോഗ് ഉണ്ട്, ഡിജിറ്റലുണ്ട്. അതിൽ തന്നെ സൈക്ലിക് ടൈമറുണ്ട്, റിയൽ ടൈം ടൈമറുണ്ട്. നമ്മുടെ കയ്യിലുള്ളതൊരു റിയൽ ടൈം ടൈമറാണ്. ഇതിൽ നമുക്കൊരു ദിവസത്തിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ കൃഷി നനയാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ നനയാനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഡെമോയ്ക്കായിട്ട് ഒരു 4-5 ഗ്രോ ബാഗുകളിൽ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചെറിയ ഡ്രിപ്പിൻ്റെ യൂണിറ്റുകൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരേ ലെവലിലിരിക്കുന്ന, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ലൈനിൽ ഫ്ലോ ഉണ്ട്. അപ്പോൾ അതിലൊരു ഡിജിറ്റൽ ഇറിഗേഷൻ ടൈമർ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ഇതേപോലെ ഒരേ ലെവലിൽ ടാങ്ക് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ ഹൈറ്റിലോ വെച്ചിരിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ പ്രശ്നങ്ങൾ വരിക. അങ്ങനെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പാകത്തിനാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ ഒരേ ലെവലിൽ തന്നെയാണ് ഈ ടാങ്ക് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മേളിലായിട്ടായിരിക്കും നമ്മൾ മോട്ടർ ഫിക്സ് ചെയ്യുക. ഈ മോട്ടറിൽ നിന്നുള്ള ലൈനായിരിക്കും നമ്മുടെ കൃഷി ആവശ്യത്തിന് അല്ലെങ്കിൽ നന ആവശ്യത്തിനായിട്ട് പോകുന്നത്. ഇതൊരു സെൽഫ് പ്രൈമിംഗ് ടൈപ്പ് ബൂസ്റ്റർ പമ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ നെഗറ്റീവ് സെക്ഷനായിട്ടാണ് കൊടുക്കുന്നത്. പമ്പിൽ വെള്ളം നിറയ്ക്കാൻ മറക്കരുത്, കാരണം വെള്ളം കയറി വരുന്നത് വരെ ഇല്ലെങ്കിൽ അതിൻ്റെ സീല് ഡ്രൈ ആയിട്ട് ഓടുകയും അതിൻ്റെ സീലിന് ഡാമേജ് വരികയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പമ്പിൽ വെള്ളം നിറച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാനൊരു ഡെമോ കാണിച്ചു തരാം, എങ്ങനെയാണ് ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡെമോ കാണിക്കാം. അതൊക്കെ അതിന് ശേഷം ഇതിലെങ്ങനെ സോളിനോയിഡ് കണക്ട് ചെയ്യും, നമ്മൾ പ്രാക്ടിക്കലി ഇത് നമ്മുടെ യൂസിലേക്ക് എങ്ങനെ വരും എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ മോട്ടർ ഓൺ ചെയ്യുകയാണ്.
അപ്പോൾ നമ്മളൊരു ചെറിയ ഇതിൽ നിന്ന് അടിക്കുന്ന കാരണമാണ് ഇത് പെട്ടെന്ന് പ്രൈമായി വെള്ളം ഫില്ലായിട്ട് ആ പ്രഷർ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ മോട്ടർ ഓഫായി. ഇപ്പോൾ ഒരു ചെറിയ 1.5 kg പ്രഷറാണ് ഈ മോട്ടർ ജനറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമുക്കതൊരു ചെറിയ വിരൽ വെച്ച് അടയ്ക്കാൻ പറ്റിയത്. നമ്മളിത് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വിട്ട് കഴിഞ്ഞാൽ മോട്ടർ ഓണായി. അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓഫായി. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ സിസ്റ്റം ഇത്രയേ ഉള്ളൂ. വാൽവ് തുറക്കുന്ന സമയത്ത് പ്രഷർ ഡിഫറൻസ് വരുന്ന സമയത്ത് മോട്ടർ ഓൺ ആവുകയും വാൽവ് അടച്ച് ആ പ്രഷർ ലോഡായി കഴിയുമ്പോൾ അത് ഓഫ് ആവുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്കൊരു സോളിനോയിഡ് കണക്ട് ചെയ്ത് ടൈമർ കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഇതൊരു ഫങ്ഷണലി ഇതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ടാങ്ക് ഒരു തടസ്സമായതുകൊണ്ടാണ് ടെമ്പററി ആയിട്ട് ടാങ്ക് ഊരി വെച്ചേക്കുന്നത്. പ്രഷർ ടാങ്ക് സോളിനോയിഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാങ്ക് നമുക്ക് തിരിച്ചു പിടിപ്പിക്കാം. ഇപ്പോൾ നിലവിൽ നമ്മൾ ആ സോളിനോയിഡ് വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ് വാൽവാണ്. അതായത് ഇതിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ചെന്നാൽ മാത്രം അതിൻ്റെ വാൽവ് തനിയെ ഓപ്പൺ ആവുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടർ ആക്ച്വലി ഓണാണ്, പക്ഷേ ആ സോളിനോയിഡ് വാൽവ് അടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് മോട്ടർ തനിയെ ഓഫായി പോയിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഓണായ ഒരു കണക്ഷനിലേക്ക് നമ്മളിതാ വെറുതെ സോളിനോയിഡ് വാൽവിൻ്റെ പ്ലഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവും. കാരണം ആ സോളിനോയിഡ് വാൽവിൻ്റെ വാൽവ് ഓപ്പൺ ആവും. വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രഷർ പമ്പ് ഓപ്പൺ ആവും. അതേപോലെ സോളിനോയിഡ് വാൽവിൻ്റെ പ്ലഗ് നമ്മൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളിനോയിഡ് വാൽവ് തനിയെ അടയും. അതേപോലെ തന്നെ മോട്ടർ ഓഫ് ആവുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു. അതേപോലെ തന്നെ ഒരു സോളിനോയിഡ് വാൽവ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നും കണ്ടു. ഇപ്പോൾ സോളിനോയിഡ് വാൽവ് നമ്മളിപ്പോൾ മാനുവലായിട്ട് കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ വാൽവ് ഓപ്പൺ ആവുന്നതും വെള്ളം പുറത്തേക്ക് വരുന്നതൊക്കെ നിങ്ങൾ കണ്ടു. ഇനി അതെങ്ങനെ ഒരു ടൈമർ ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റിയൽ ടൈം ടൈമറാണ്. നമ്മുടെ റിയൽ ടൈം, അതായത് നമ്മുടെ ഓരോ സമയം അനുസരിച്ച് ഇപ്പോൾ 5 മണിക്ക് ഒരു 10, ഇത് ഇപ്പോൾ വേറൊരു ലിമിറ്റേഷൻ ഇതിലുള്ളത് ഇതിൻ്റെ ഓരോ നോബും 15 മിനിറ്റാണ് വരുന്നത്. അപ്പോൾ ഓരോ നോബ് നമ്മൾ തള്ളിയിടുന്നത് ആ സമയമാകുമ്പോൾ 15 മിനിറ്റ് വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അത് തനിയെ ഓഫ് ആവുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഏത് ടൈപ്പ് ടൈമർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ടൈപ്പുണ്ട്, അനലോഗ് ഉണ്ട്, സൈക്ലിക് ടൈമറുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനും പർപ്പസിനും അനുസരിച്ച് അത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഈ ടൈമർ വഴി നമ്മുടെ സോളിനോയിഡ് വാൽവ് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഒരു അനലോഗ് ക്ലോക്കാണ്. അപ്പോൾ ഇതിൽ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മണി 5:10 സമയമാണ് ഇതിൽ അകത്ത് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഡയൽ കറക്കി ഇത് പുറത്ത് 24 മണിക്കൂർ ടൈമിംഗ് ആയതുകൊണ്ട് ഇത് 17 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൽ വരാൻ പാകത്തിന് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ 5 മണി എന്നുള്ളതിലായിരിക്കും കിടക്കുക. അപ്പോൾ 5-ന് പകരം 17 എന്നുള്ള വൈകിട്ടുള്ള സമയം വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിപ്പോൾ വെച്ചേക്കുന്നത് 18 മുതൽ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോബാണ്. 18 മുതൽ 19 വരെ ഈ മോട്ടർ വർക്ക് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയൽ കറക്കി നമ്മൾ ഇതേപോലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങും. നമ്മൾ വീഡിയോയുടെ ഡെമോയ്ക്ക് വേണ്ടിയാണ് നമ്മളത് കറക്കി നമ്മൾ ആ വെച്ചിരിക്കുന്ന നോബ്, അതായത് 18 എത്തിക്കഴിയുമ്പോൾ മോട്ടർ സ്വിച്ച് ചെയ്യും. അതായത് വാൽവ് ഓപ്പൺ ആവും, മോട്ടർ തനിയെ ഓൺ ആവും. അത് കറക്റ്റ് സമയം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഇറിഗേഷൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സമയം 18 മുതൽ 19 വരെയാണ്. അപ്പോൾ ഈ ക്ലോക്ക് ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങി 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 ഇത് ഇങ്ങനെ 19 കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് റിലേ സ്വിച്ച് ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മോട്ടർ തനിയെ ഓഫ് ആവും. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഇത് പല പല സമയങ്ങളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 18 മുതൽ 19 വരെയാണ് സെറ്റ് ചെയ്തത്. അതിന് വരെ 23, 24 സെറ്റ് ചെയ്യാം. നേരം വെളുക്കുന്നതിന് മുമ്പ് 4 മണി 5 മണി സെറ്റ് ചെയ്യാം. അങ്ങനെ ഏത് ഒരു റിയൽ ടൈം പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് റിപ്പീറ്റഡ് ആയിട്ട് ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ഡെമോ. ഇനി നമുക്കിത് നേരെ നമ്മുടെ ഗ്രോ ബാഗുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ നിലവിൽ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇറിഗേഷനിലേക്കുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാം കണക്റ്റഡുമാണ്. ഇനി നമ്മൾ ഈ ഡയൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറങ്ങി 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 നമ്മുടെ ആ ടൈമിംഗ് ആയി കഴിയുമ്പോൾ നമ്മുടെ സോളിനോയിഡ് വാൽവ് ഓപ്പൺ ആവും. അതുവഴി നമ്മുടെ മോട്ടർ ഓപ്പൺ ആവും. നമ്മുടെ ഡ്രിപ്പിലേക്കുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാം എല്ലാ വാൽവുകളും ചെറിയ ചെറിയ പോയിൻറ്റ്സ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതൊന്ന് ക്ലോസപ്പ് കാണിച്ചു കൊടുക്കും. എല്ലാത്തിലേക്കുള്ള വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ടൈമിംഗ് ആയതിന് ശേഷം നമ്മൾ ആ വെച്ചിരിക്കുന്ന ടൈമിംഗ് കഴിഞ്ഞ് നമ്മുടെ ക്ലോക്ക് കറങ്ങി ആ ടൈമിംഗ് ആയതിന് ശേഷം കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളിനോയിഡ് വാൽവ് ക്ലോസ് ആവും. അതുവഴി നമ്മുടെ മോട്ടർ ഓഫ് ആവും, ഡ്രിപ്പ് കാര്യങ്ങളെല്ലാം ഓഫ് ആവുകയും ചെയ്യും. ഇനി ചിലർക്കെങ്കിലും തോന്നാവുന്ന സംശയമാണ്, നമുക്കിപ്പോൾ ഇതേപോലെ ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ സോളിനോയിഡ് വാൽവ് വെച്ചേക്കുന്നത്? ജസ്റ്റ് ആ ടൈമിംഗ് ആകുമ്പോൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തനിയെ ഈ പറഞ്ഞ ലൈനിൽ ഒഴുകില്ല എന്നുള്ളൊരു സംശയം വരും. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ലെവലിൽ, അതായത് നമ്മളിപ്പോൾ നനയ്ക്കുന്ന സ്ഥലം വാട്ടർ ലെവലിൽ നിന്ന് ഒരേ ലെവലിലാണെങ്കിൽ പ്രശ്നമില്ല.
താഴത്തെ ലെവലിലാണ് വെക്കുന്നതെങ്കിൽ, വാട്ടർ ലെവലിൽ നിന്ന് താഴെയാണ് നനയാവശ്യങ്ങൾ നടത്തുന്നതെങ്കിൽ, നമ്മളൊരു വാൽവ് അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വെള്ളം ഒഴുകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ഫുൾ ടൈം 24 മണിക്കൂർ ഇതേപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സോളിനോഡ് വാൽവ് വെക്കുന്നത്. അപ്പോൾ ആ സോളിനോഡ് വാൽവ് ഓപ്പൺ ആവുന്ന സമയത്ത് മാത്രമാണ് വെള്ളം ആ ലൈനിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ 24 മണിക്കൂറും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഇനി ഒരു നെഗറ്റീവ് സെക്ഷനായിട്ട്, അതായത് നമ്മൾ താഴെ ടാങ്ക് വെച്ചിട്ട് മേളിലെ ടെറസിലുള്ള ചെടികളാണ് നനയ്ക്കുന്നതെങ്കിൽ മോട്ടർ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ഒരിക്കലും താഴെ നിന്ന് വെള്ളം തനിയെ വലിച്ച് മേളിലേക്ക് പോവില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ടൈമർ വെച്ചിട്ട് നമ്മൾ ആ മോട്ടർ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സോളിനോഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് ഇതിൽ ഈ വാൽവ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു മോട്ടറിൽ നിന്ന് വളരെ കുറച്ച് വാൽവുകൾ, അതായത് മൊത്തം 5 വാൽവുകളെ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രഷർ കൂടിയിട്ടാണ് ഓരോന്ന് തള്ളിപ്പോകുന്നത്. നിങ്ങൾ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. അതേപോലെ ചിലർ ചോദിക്കുന്ന സംശയമാണ്, ചിലർ ഇതേപോലെയുള്ള ലൈൻ, ഇതിപ്പോൾ 16 mm നമ്മൾ ഈ ഓസ് വളരെ ചെറിയ ലെങ്ത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നനയും ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് നനയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വരുന്ന ലൈൻ വലുതാക്കുക. അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി കൂടുതലുള്ള മോട്ടർ വയ്ക്കുക. ചെറിയ മോട്ടർ വെച്ചോ ഡയറക്റ്റ് ടാപ്പിൽ നിന്നോ നിങ്ങൾ ഒരേ ലൈനിൽ തന്നെ ഒരുപാട് എണ്ണം കൂടുതൽ വെക്കാൻ നേരത്ത് നമുക്കപ്പോൾ അത് പ്രാക്ടിക്കലി എല്ലാത്തിലേക്കും വെള്ളം എത്തില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മെയിൻ ലൈൻ വലുതാക്കി അതിൽ നിന്ന് സബ് ബ്രാഞ്ചുകൾ തിരിച്ചിട്ട് വേണം നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും എല്ലാ പോയിന്റുകളിലേക്കും വെള്ളം എത്തില്ല, ചെറിയ പൈപ്പുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ടൈമർ നമ്മളൊരു സോളിനോഡ് വാൽവ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കോൺട്രാക്ടറോ മറ്റ് കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാത്തത്. നിങ്ങളപ്പോൾ ഉപയോഗിക്കുന്ന മോട്ടർ, ഇപ്പോൾ ഒരു മോട്ടറാണ് നിങ്ങൾ ആ ടൈമർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ടൈമറിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-5 ആമ്പിയർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ സ്റ്റാർട്ടിംഗ് കറണ്ട് വരുന്ന പമ്പുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ റിലേയോ വെച്ചിട്ട് വേണം അത് കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഏകദേശ കോസ്റ്റ്, ക്ലാസിക്കിൻ്റെ 130 വാട്ട്സിൻ്റെ പമ്പിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 4800 രൂപയാണ്. ആ സോളിനോഡ് വാൽവ് ഇപ്പോൾ നമ്മൾ കാണിച്ച പ്ലാസ്റ്റിക് സോളിനോഡ് വാൽവാണ്. അതിന് 500 രൂപയ്ക്കാണ് റേറ്റ് വരുന്നുള്ളൂ. നിങ്ങൾ അത് തന്നെ ബ്രാസിൻ്റെയോ SS-ൻ്റെയോ ഒക്കെ വരാൻ നേരത്ത് 1500-1600 രൂപ വരെ പ്രൈസ് റേഞ്ച് വരും. അപ്പോൾ ഇതാണ് ഏകദേശം അതിന് വരുന്നൊരു കോസ്റ്റ്. പിന്നെ ആ ടൈമറിൻ്റെ വില ഏകദേശം 2200 രൂപ വരുന്ന എല്ലാൻ്റെ ടൈമറുമാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പല ടൈമേഴ്സും പല സിസ്റ്റം എല്ലാം അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്